എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ സബീന പ്രിയ എന്ന് പറയുന്ന നമ്മുടെ താത്തയെ എല്ലാവർക്കും അറിയാം. നേരത്തെ സബീന എന്നായിരുന്നു പേര്. പിന്നീട് ഹിന്ദുമതം സ്വീകരിച്ച് മഹാലക്ഷ്മി പ്രിയ എന്നൊരു പേര് അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇപ്പോൾ അവരെ അറിയാവുന്നത്. പിന്നെ ജനഹൃദയങ്ങൾ നെഞ്ചിലേറ്റിയ വലിയ ഒരു കലാകാരിയാണ് ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയ. മലയാള സിനിമാ ചരിത്രത്തിന്റെ, സീരിയൽ ചരിത്രത്തിന്റെ തന്നെ ഒരു നാഴികക്കല്ലാണ് ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ബിഗ് ബോസിൽ വന്ന സമയത്ത് തന്നെ തള്ളി മറിച്ചിടുന്നത് നമ്മൾ കണ്ടതാണ്. തള്ളിസ്റ്റിനുള്ള ഏറ്റവും വലിയ ബഹുമതി ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയയ്ക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ മഹാലക്ഷ്മി പ്രിയ ഒരു യുവാവിനെ പറ്റിച്ച്, യുവാവൊന്നുമല്ല, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആള് തന്നെയാണ്, എന്നാലും സിബിലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിച്ചിട്ട് 20 ലക്ഷം രൂപ കൈക്കലാക്കി എന്നും 4 വർഷമായിട്ട് കോടതിയിൽ ആ ഒരു കേസ് നടക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. അമ്മ എന്ന് പറയുന്ന ആ ഒരു താരസംഘടനയുടെ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് നീന കുറുപ്പിനെതിരെ തെറിയഭിഷേകം ചെയ്ത ആ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഒട്ടനവധി സിനിമാ സീരിയൽ താരങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും മറ്റുള്ളവരുടെ പ്രതികരണം ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന പഴയ ഒരു കലാകാരിയുടെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സിബിലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അയാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അയാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ ഇരുന്ന ആളാണ്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോ ഒരു അജിൻ വർഗീസ് എന്ന് പറയുന്ന ആ ഒരു യുവാവിന്റെ യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ഒരു വോയിസ് കോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മുടെ മഹാലക്ഷ്മി പ്രിയയുമായിട്ട് സംസാരിച്ചതിന്റെ ഒരു വോയിസ് കോൾ ഇവിടെ വെച്ചേക്കാം. മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അക്കൗണ്ടിൽ ഇട്ട് തന്നെങ്കിൽ അക്കൗണ്ടിൽ അതിന് തെളിവുണ്ടാവണ്ടേ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണ്ടേ? എവിടെ സ്റ്റേറ്റ്മെന്റ്? ഈ കേസ് തള്ളിപ്പോയ ഒരു കേസാണ്, മനസ്സിലായില്ലേ? അതിനകത്ത് മഹാലക്ഷ്മി പ്രിയ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നും അല്ലല്ലോ, 4 വർഷം മുമ്പ് കോടതി എഴുതി തള്ളിയ ഒരു കേസാണ് എന്നൊക്കെയാണ് മഹാലക്ഷ്മി പ്രിയ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതേ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുന്നത് നമ്മുടെ സിബിലാലിന് തന്നെയാണ്. അപ്പോ സിബിലാലിന് എന്താണ് ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടിട്ട് വരാം. നമസ്കാരം. ഫുള്ള് കത്തി നിൽക്കുവാണല്ലോ അല്ലേ? ഓക്കെ, അതില് എനിക്കറിയുന്ന 2-3 ചോദ്യങ്ങൾക്കൊന്ന് ഉത്തരം തരാൻ സമയം കാണുമോ? ഓക്കെ, ലക്ഷ്മിപ്രിയ നമ്മൾ വിളിക്കുകയുണ്ടായി. അത് ലക്ഷ്മിപ്രിയ പറയുന്ന കാര്യം, ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല, ഞാൻ ഇങ്ങ് ഒളിച്ചോടിയിട്ടില്ല, എനിക്ക് ആരുടെ പൈസ വേണ്ടതാനും. അപ്പൊ തീർച്ചയായിട്ടും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന സിബിലാലിനെ വിളിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ. അപ്പം എനിക്കറിയുന്ന 2-3 ചോദ്യത്തിൽ ആദ്യം ഒരു ചോദ്യം, ഈ 1-2 രൂപയല്ല 20 ലക്ഷം രൂപ അല്ലേ? എല്ലാവർക്കും പൈസയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നതും. ഈ ഒരു ബന്ധവും ഇല്ലാത്ത, പരസ്പരം അറിയാത്ത ഒരു വ്യക്തിക്ക് 20 ലക്ഷം രൂപ ആരെങ്കിലും കടം കൊടുക്കുവോ? അല്ലാതെ പറഞ്ഞാൽ അത് കൊടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇവരുമായിട്ട് കണ്ട് കോണ്ടാക്ട് ആയതിനു ശേഷം പിന്നെ നമ്മുടെ സിനിമയിലെ തിരക്കഥ എഴുതാന്ന് പറഞ്ഞു. ഇവർക്ക് തിരക്കഥ എഴുതാ അറിയാം. തിരക്കഥ പിന്നെ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ ആയിക്കോട്ടെ, തിരക്കഥ എഴുതിക്കും. അപ്പൊ ഞാൻ കൊടുക്കാൻ കാരണം ഇവരെ വീടിനടുത്ത് തന്നെയാണ് ഫ്ലാറ്റ്, തൊട്ടടുത്ത ഫ്ലാറ്റ് അവരുടെ അടുത്ത്. അങ്ങനെ ഇവരുമായിട്ട് നല്ല കോണ്ടാക്ട് ആയി. 50,000 മേടിക്കും, 1 ലക്ഷം മേടിക്കും, 2 ലക്ഷം മേടിക്കും. അങ്ങനെ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കൊടുത്താണ്, ഒറ്റ ഇതായിട്ട് കൊടുത്തല്ല. ഈ ഒറ്റ ഇതിൽ 20 ലക്ഷം കൊടുത്തില്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് 20 ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാ? അതിന് എന്ത് തെളിവുണ്ട് കയ്യില്? സിബിലാലിനെ ഞങ്ങൾക്ക് ജനങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? എന്റെ വീടെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയാണ് എന്റെ വീട്. ഞാൻ ഇപ്പൊ നിലവിൽ നേരത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പം BJPയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ്. ബിസിനസ് ആണ്, റിയൽ എസ്റ്റേറ്റ് പരിപാടികളുണ്ട്. പിന്നെ സിനിമയെ കണ്ടതെന്ന് പറഞ്ഞാല്, ഞാന് നമ്മുടെ അടുത്താണ് വിനയൻ സാർ, നമ്മുടെ ഡയറക്ടർ വിനയൻ സാറിന്റെ കുടുംബം എന്റെ വീടിന്റെ അടുത്താണ്. വിനയൻ സാറിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സിബിലാൽ ബ്രോ, ഇതില് എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസ കൊടുക്കാൻ എളുപ്പമല്ലേ, ഈ കടം കൊടുക്കുന്ന പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ തലവേദന. അപ്പൊ 20 ലക്ഷം പലപ്പോഴായിട്ട് സിബിലാല് ലക്ഷ്മിപ്രിയക്ക് കൊടുക്കുമ്പോഴും കൊടുത്തതിന് ശേഷം തിരിച്ചു ചോദിക്കാറുണ്ടായിരുന്നു? തിരിച്ചു തരാന്ന് പറയുന്നത് പിന്നെ തൃപ്പൂണിത്തറ KSFയിൽ എനിക്ക് 1 കോടി രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയക്ക് 2 കോടി രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിട്ടി വീഴുമ്പോൾ തൊഴിലാളികളുടെ പൈസ ഒരുമിച്ച് തരാന്ന് പറയാനാണ് എന്റെ മെയിൻ. പിന്നെ നമുക്ക് ഉറപ്പാണ് പൈസ കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. പറഞ്ഞത് സിനിമ അപ്പോഴൊന്നും സിനിമ സ്റ്റാർട്ടിംഗ് ഒന്നും ആയിട്ടില്ല. അത് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറി വീഴുമ്പോൾ
ചേട്ടന് ഞാൻ മേടിച്ച പൈസ തിരിച്ചു തരാന്ന് പറഞ്ഞാൽ എന്റെ പൈസ വേണം. അപ്പം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഇത് ആളുകളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആളുകളിലേക്ക് എത്തിയെന്ന് പറഞ്ഞാല് ഇവരെനിക്ക് ചെക്ക് തന്നെ എന്നെ പറ്റിയായിരുന്നു. ചെക്ക് ഒന്ന് പറ്റിച്ചോ? ബാങ്കിക്കൊന്നും മാറാൻ സംഭവം പൈസ ഇല്ല. ഓക്കെ. അങ്ങനെ ഞാൻ വക്കീലോട്ട് കഴിച്ചു. അവര് പിന്നെ അവരെ തൃശ്ശൂർ വസ്തു ഉണ്ടായിരുന്നു. വസ്തു അറ്റാച്ച് ചെയ്താൽ പിന്നെ ക്രിമിനൽ കേസ് അമ്പലപ്പുഴ കോടതിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇത് പുറത്ത് വരാൻ കാരണം. അങ്ങനെയാണ് ഇത് പുറത്ത് വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയ വിളിക്കുകയുണ്ടായി, അതായത് നമുക്കിത് പരസ്പരം പറഞ്ഞു തീർക്കാം, ഞാൻ പൈസ എന്തായാലും തിരിച്ചു തരാൻ, അവസ്ഥ ഇതായി പോയി എന്ന് വല്ല വിളിക്കുകയുണ്ടായോ? മനുഷ്യനല്ലേ, ഒന്ന് ക്ഷമിക്കാൻ പറ്റുമല്ലോ. എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ മീഡിയേഷൻ അവിടെ സിവിൽ കേസുമായി ബന്ധപ്പെട്ട് മീഡിയേഷനെ വിളിച്ചായിരുന്നു കോടതിയിൽ. ഓക്കെ. മീഡിയേഷനെ വിളിച്ചപ്പോ അവിടെ മീഡിയേഷനെ വിളിച്ച ആ വക്കീലിന്റെ മുമ്പിൽ ഇവര് പറഞ്ഞാണ് പൈസ ഞാൻ തിരിച്ചു കൊടുക്കുക, എന്തെങ്കിലും വിട്ടുവീഴ്ചയാണ്. ഞാൻ പറഞ്ഞത് ശരി, എന്തെങ്കിലും വിട്ടുവീഴ്ച എനിക്ക് 15 ലക്ഷം രൂപ തന്നാൽ മതി. 5 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. ആ വലിയ മനസ്സിന് നന്ദി കേട്ടോ. അല്ല, അത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞായിരുന്നു. 5 ലക്ഷം രൂപ വേണ്ട, അവർക്കൊരു മോള് വളർന്നു. പിന്നെ ഇപ്പൊ നമ്മളിപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പൈസ അല്ലെങ്കിൽ പിന്നെ നമ്മള് എനിക്കറിയാം കേസോട്ട് മുമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മള് അടുത്ത കോടതിയിൽ പോകണം, ഇങ്ങനെ പോയി ഇരിക്കും. പിന്നെ എന്റെ പുറകെ പോകാൻ പറ്റാതെ ഞാൻ പറഞ്ഞത് ശരി, 5 ലക്ഷം അല്ലേ പോകത്തുള്ളൂ, അത് പോട്ടെ. സിബിലാലിന്റെ വലിയ മനസ്സുകൾക്ക് നന്ദി. അതോടൊപ്പം എല്ലാം നമ്മൾ ക്ഷമിക്കും. ഈ പറഞ്ഞു പറ്റിക്കൽ ഭയങ്കര ഒരു വേദനയല്ലേ? അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത് എന്റെ ഇല്ല കേട്ടോ പറയാം. അതെ. പിന്നെ പറഞ്ഞാൽ ഓക്കെ, നമ്മളെ തരപ്പ് ഇത് അങ്ങനെയല്ലല്ലോ. എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ബോട്ടില് ഇവര് വന്ന് കുറെ ഡ്രസ് എടുത്തു. ഞാൻ പരിചയപ്പെട്ട് കൊടുത്ത അവിടെ 25,000 രൂപ കൊടുക്കാനുള്ള ഞാനാണ്. നമുക്ക് പൈസ കിട്ടണല്ലോ. നമുക്ക് വെറുതെ ആകാശത്തിൽ വീണാവുന്ന പൈസ ഒന്നും അല്ലല്ലോ. അല്ല, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം അതാണ്. ഇത് പൊട്ടി വീണ് മുളച്ചതോ അല്ലെങ്കിൽ നമ്മള് ഫ്രീ ആയിട്ട് കിട്ടിയ പൈസയോ അല്ല, കുലുക്കി ഉണ്ടാക്കിയതല്ല. ഏതാ ആ വേർപ്പിന്റെ അധ്വാനത്തിന്റെ പൈസക്ക് പൈസയുടെ മൂല്യമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ സിബിലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും 1-2 ലക്ഷം രൂപയല്ല 20 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പിന്നെ ഈ ഒരു 20 ലക്ഷം രൂപ എങ്ങനെയാണ് ഒരാൾ വന്ന് ചോദിച്ച ഉടനെ കൊടുക്കുന്നത്? എങ്ങനെയാണ്? 1-2 രൂപയാണെങ്കിൽ സഹിക്കാൻ പറ്റും. 20 ലക്ഷം രൂപയൊക്കെ ഒരു സ്ത്രീ ചോദിക്കുമ്പോൾ എന്തടിസ്ഥാനത്തിനാണ് ഇയാൾ കൊടുത്തിട്ടുള്ളത്? അയാൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 20 ലക്ഷം രൂപ ഒരുമിച്ചൊന്നും അല്ല ഇവർ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് 50,000, 1 ലക്ഷം രൂപയൊക്കെ വെച്ചിട്ട് പല തവണയായിട്ടാണ് മേടിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും അടുത്തടുത്ത ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് എന്നും പറയുന്നു. പിന്നീട് ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് 20 ലക്ഷം രൂപയോളം കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിവ് വേണ്ടേ? അപ്പോൾ എന്ത് തെളിവാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്ന് നമ്മുടെ അജിൻ വർഗീസ് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ കാര്യമായ തെളിവുകൾ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ആദ്യം ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയ ചെക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഒരു ചെക്ക് ബാങ്കിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് ആ ഒരു ചെക്കിനുള്ളിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, കള്ളച്ചെക്ക് കൊടുത്തു എന്നതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോ അത് മാത്രമല്ല, പല തരത്തിലുള്ള തെളിവുകളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ തെളിവുകളൊക്കെ നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സിബിലാലിനെ ഞങ്ങൾക്ക് ജനങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? എന്റെ വീടെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴയാണ് എന്റെ വീട്. ഞാൻ ഇപ്പൊ നിലവിൽ നേരത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പം BJPയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ്. ബിസിനസ്സാണ്, റിയൽ എസ്റ്റേറ്റ് പരിപാടികളുണ്ട്. പിന്നെ സിനിമയെ ബന്ധമെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ അടുത്താണ് വിനയൻ സാർ, നമ്മുടെ ഡയറക്ടർ വിനയൻ സാറിന്റെ കുടുംബം എന്റെ വീടിന്റെ അടുത്താണ്. വിനയൻ സാറിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സിബിലാൽ ബ്രോ, ഇതില് എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൈസ കൊടുക്കാൻ എളുപ്പമല്ലേ? ഈ കടം കൊടുക്കുന്ന പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ തലവേദന. അപ്പൊ 20 ലക്ഷം പലപ്പോഴായിട്ട് സിബിലാല് ലക്ഷ്മിപ്രിയ കൊടുക്കുമ്പോഴും കൊടുത്തതിന് ശേഷം തിരിച്ചു ചോദിക്കാറുണ്ടായിരുന്നു? തിരിച്ചു തരാന്ന് പറയുന്നത് പിന്നെ തൃപ്പൂണിത്തറ KSFയിൽ എനിക്ക് 1 കോടി രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയക്ക് 2 കോടി രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിട്ടി വീഴുമ്പോൾ സിബിലാലിന്റെ പൈസ ഒരുമിച്ച് തരാന്ന് പറയാനാണ് എന്റെ മെയിൻ. അപ്പൊ പിന്നെ നമുക്ക് ഉറപ്പാണ് പൈസ കിട്ടുമെന്നുള്ള ഉറപ്പായിരുന്നു. പറഞ്ഞത് സിനിമ അപ്പോഴൊന്നും സിനിമ സ്റ്റാർട്ടിംഗ് ഒന്നും ആയിട്ടില്ല. അത് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറി വീഴുമ്പോൾ ചേട്ടന് ഞാൻ മേടിച്ച പൈസ തിരിച്ചു തരാന്ന് പറയാനാണ് എന്റെ പൈസ വേണം. അപ്പം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഇത് ആളുകളിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആളുകളിലേക്ക് എത്തിയെന്ന് പറഞ്ഞാല് ഇവരെനിക്ക് ചെക്ക് തന്നെ പറ്റിയായിരുന്നു. ചെക്ക് ഒന്ന് പറ്റിച്ചോ? ബാങ്കിക്കൊന്നും മാറാൻ സംഭവം പൈസ ഇല്ല. ഓക്കെ. അങ്ങനെ ഞാൻ വക്കീലോട്ട് കഴിച്ചു. അവര് പിന്നെ അവരെ തൃശ്ശൂർ വസ്തു ഉണ്ടായിരുന്നു. വസ്തു അറ്റാച്ച് ചെയ്താൽ പിന്നെ ക്രിമിനൽ കേസ് അമ്പലപ്പുഴ കോടതിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇത് പുറത്ത് വരാൻ കാരണം. അങ്ങനെയാണ്
ഇത് പുറത്ത് വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയ വിളിക്കുകയുണ്ടായി, അതായത് നമുക്കിത് പരസ്പരം പറഞ്ഞു തീർക്കാം, ഞാൻ പൈസ എന്തായാലും തിരിച്ചു തരാൻ അവസ്ഥ ഇതായി പോയി എന്ന് വല്ല വിളിക്കുകയുണ്ടായോ? മനുഷ്യനല്ലേ, ഒന്ന് ക്ഷമിക്കാൻ പറ്റുമല്ലോ. എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ മീഡിയസ് സിവിൽ കേസുമായി ബന്ധപ്പെട്ട് മീഡിയസിനെ വിളിച്ചായിരുന്നു കോടതിയിൽ. ഓക്കെ, മീഡിയസിനെ വിളിച്ചപ്പോൾ അവിടെ വെച്ച് ഇവര് മീഡിയസിനെ വിളിച്ച ആ വക്കീലിന്റെ മുമ്പിൽ ഇവര് പറഞ്ഞാണ് പൈസ ഞാൻ തിരിച്ചു കൊടുക്കുക, എന്തെങ്കിലും വിട്ടുവീഴ്ചയാണ്. ഞാൻ പറഞ്ഞു ശരി, എന്തെങ്കിലും വിട്ടുവീഴ്ച എനിക്ക് 15 ലക്ഷം രൂപ തന്നാൽ മതി. 5 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. ആ വലിയ മനസ്സിന് നന്ദി കേട്ടോ. അല്ല, അത് ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞായിരുന്നു. 5 ലക്ഷം രൂപ വേണ്ട, അവർക്കൊരു മോള് വളർന്നു. പിന്നെ ഇപ്പൊ നമ്മളിപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയധികം തുക ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയയ്ക്ക് കൊടുത്തത് എന്ന് വെച്ചാൽ തിരക്കഥ എഴുതാം എന്നുള്ള കരാറിലൊക്കെ ആയിരുന്നു. എന്നാലും തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് 20 ലക്ഷം രൂപയോളൊക്കെ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ ഒരു പുള്ളിക്കാരത്തി തിരക്കഥ എഴുതും എന്നുള്ള കാര്യമൊക്കെ ഞാനും ഇപ്പോഴാണ് കേൾക്കുന്നത്, എനിക്കും അറിയില്ലായിരുന്നു. പിന്നീടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇവരെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കുറച്ചധികം വസ്ത്രങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഒരു 25,000 രൂപയോളം ആ കടയില് ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയ ബില്ല് കെട്ടേണ്ടതായിട്ടുണ്ട്. അത് ഇതുവരെയും കെട്ടിയിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇവരെ ആ ഒരു കടയിൽ കൊണ്ടുചെന്ന് പൈസ ഇല്ലാതെ തന്നെ ഇവർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ ഒരു വിശാലമായിട്ടുള്ള മനസ്ഥിതി കാണിച്ചത് എന്തെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഇതുപോലെ ഒരു തുണിക്കടയിൽ കൊണ്ടുചെന്ന് പരിചയപ്പെടുത്തി അവിടെ തുണി കൊടുക്കാനൊക്കെ ഇദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കണം. പല ആളുകളും അങ്ങനെയാണ്, സൗഹൃദത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലര് രക്തബന്ധത്തെക്കാൾ ഏറെ സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹം അങ്ങനെ തന്നെ ആയിരിക്കണം. ഇത്രയധികം കാശ് നമ്മുടെ മഹാലക്ഷ്മി പ്രിയയ്ക്ക് വായ്പയായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് എങ്ങനെ മേടിച്ചെടുക്കും എന്ന കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയയും ഇദ്ദേഹവും ഒരേ സ്ഥാപനത്തിൽ തന്നെ ചിട്ടികൾ കൂടിയിട്ടുണ്ടായിരുന്നു. മഹാലക്ഷ്മി പ്രിയ 2 കോടിയുടെ ചിട്ടിക്ക് ഉണ്ടായിരുന്നു, ഇദ്ദേഹമാണെങ്കിൽ 1 കോടിയുടെ ഒരു ചിട്ടിക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ചിട്ടി പിടിച്ച ശേഷം ഇദ്ദേഹത്തിന് പൈസ കൊടുക്കും എന്ന് ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തിന് നല്ല വിശ്വാസവും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന്റെയൊക്കെ പോക്ക്. പിന്നീട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിബിലാൽ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പലപ്പുഴയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനെ കൂടിയാണ്. അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പലതരത്തിലുള്ള ബിസിനസ് ഒക്കെ ചെയ്തു. പിന്നീട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഈ പറയുന്ന സിബിലാല്. പിന്നെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയ ചെക്ക് കൊടുത്തു എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു ചെക്ക് എന്ന് പറഞ്ഞാല് പൈസ ഇല്ലാത്ത ചെക്കായിരുന്നു. ചെക്ക് കൊടുത്തു പറ്റിച്ചു എന്ന പേരിൽ ഇദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ഒരു കേസ് ഇങ്ങനെ പോകെ ഇവരെ മീഡിയേഷൻ വഴി വിളിച്ചിട്ടുണ്ടായിരുന്നു കോടതിയിൽ. അപ്പോൾ മീഡിയേഷൻ വഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തുതീർപ്പ് ചർച്ചയ്ക്കാണ് അവിടെ വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു ചർച്ചയിൽ വെച്ചിട്ട് മഹാലക്ഷ്മി പ്രിയ അവരുടെ വക്കീലിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇളവ് ചെയ്തു കൊടുക്കണം എന്നായിരുന്നു കാശിന്റെ കാര്യത്തിൽ. അപ്പോൾ ഈ പറയുന്ന സിബിലാൽ പറഞ്ഞത് എന്ന് വെച്ചാൽ 20 ലക്ഷം തരാനുള്ളിടത്ത് 15 ലക്ഷം രൂപ തന്നാൽ മതി, ബാക്കി 5 ലക്ഷം രൂപ തരണ്ട എന്നൊരു ഇളവാണ് അദ്ദേഹം കൊടുത്തത് എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ വിശാലമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആരും ഇത്രയധികം തുകയൊന്നും തരണ്ട എന്നൊന്നും പറയില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇപ്പോ ഇത്രയും രൂപ തരാനുള്ളിടത്ത് 5 ലക്ഷം രൂപയൊക്കെ വേണ്ട എന്ന് വെക്കില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് അത്രയും വിശാലമായിട്ടുള്ള ഒരു മനസ്സുണ്ടായത് കൊണ്ടാവണം അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചു. ഇത് 4 വർഷം മുമ്പായിരുന്നു കേട്ടോ ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് മഹാലക്ഷ്മി പ്രിയ ആ ഒരു പൈസ ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് വല്ലാത്ത മോശമായി പോയി. പ്രത്യേകിച്ചും കോടതി കൊടുക്കാൻ പറയുമ്പോൾ അത് കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. നമുക്ക് ഒരു പക്ഷേ ആ ഒരു സമയത്ത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു കാലാവധി ചോദിക്കാം കോടതിയിൽ. ഒരു പക്ഷെ ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തവണകളായിട്ടെങ്കിലും കൊടുക്കണം. അതാണ് അന്തസ് എന്ന് പറയുന്നത്. കൈനീട്ട് മേടിച്ചാൽ മാത്രം പോരാ, കൊടുക്കാനും പഠിക്കണം. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മി പ്രിയയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് കേട്ടിട്ട് വരാം. എന്താണ് സത്യാവസ്ഥ? ലക്ഷ്മിപ്രിയ ആൾക്കാർ പൊങ്കാലി ഇടുന്നതിൽ യാഥാർത്ഥ്യമുണ്ടോ? അതോ ലക്ഷ്മിപ്രിയ ശരിക്കും 20 ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ടോ? നമുക്ക് വിളിച്ചു ചോദിക്കാം. മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. 20 ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. 20 ലക്ഷം രൂപ മോന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം 20 ലക്ഷം രൂപ നമ്മൾ ചുമ്മാ ഒരു സാധനമാണോ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുക്കാനായിട്ട്? അതെ, ആരോപണങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കട്ടെ. കോടതിയിൽ വളരെ ധീരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. തെളിവുകൾ സഹിതം കോടതി കൊണ്ടുവന്ന് കേസ് നടത്തി ജയിക്കട്ടെ. എനിക്ക് പറഞ്ഞൂടെ അജിൻ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത അജിൻ, അല്ലെങ്കിൽ എന്നെ മോൻ കണ്ടിട്ടുണ്ടാവാം, പരിചയപ്പെട്ടിട്ടുണ്ടാവും. ലക്ഷ്മി പ്രിയത്തെ അജിന്റെ പൈസ ഞാൻ തട്ടിയെടുത്തു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ എന്റെ പൈസ അജിൻ അങ്ങ് തട്ടിയെടുത്തു വെറുതെ
ഇവിടെ കൃത്യമായിട്ട് ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു തീർച്ചയായിട്ടും നിയമമുണ്ട്, ഇത് കേരളമാണ്. അതെ. ഇത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, കേസ് തള്ളിപ്പോയ ഒരു കേസാണല്ലോ ഇത്. ഇപ്പൊ ഒരു ആരോപണങ്ങൾ വന്നപ്പോ ഇതെടുത്തിട്ടേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അല്ല, ഇനി അതിന്റെ ഫർദറിലേക്ക് ഒന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഇവിടുത്തെ പിന്നെ എന്താ പറയാ, എനിക്കോ മറ്റുള്ളവർക്കോ യാതൊരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യം നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അവസാനമായി കേസിന്റെ വഴിക്ക് നടത്തുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഒളിച്ചോടുകയല്ലോ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ നാട്ടിൽ തന്നെ എന്റെ കുടുംബവുമായിട്ട് ഈ സിനിമയിലും അഭിനയിച്ച് നിങ്ങൾ കാണുന്ന പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്ത് ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഈ ലോകത്ത് തന്നെ ഞാനുണ്ട്. ഞാനിങ്ങനെ ഒളിച്ചോടിയിട്ടില്ല, എവിടെയും ഒളിച്ചോടിയില്ല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് തെളിവ് അക്കൗണ്ടിൽ ഇട്ട് തന്നെങ്കിൽ അക്കൗണ്ടിൽ അതിന് തെളിവുണ്ടാവണ്ടേ, സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണ്ടേ? എവിടെ സ്റ്റേറ്റ്മെന്റ്? എവിടെ? കൈ തന്നെങ്കിൽ കൈ തന്നതിന് തെളിവുണ്ടാവില്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ? ഇതിപ്പോ ഇന്ന് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കേസ് തള്ളിപ്പോയ ഒരു കേസാണ്, മനസ്സിലായില്ലേ? എന്റെ ഊമക്കത്ത് അയച്ചിട്ടാണോ പറയുന്നത് ഒരാൾ പൈസ തന്നു എന്ന് പറയുന്നത്? ആ ഊമക്കത്ത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ അത് കള്ളത്തരമാണെന്നുള്ളത്? മനസ്സിലാവുന്നില്ലേ? എന്റെ വക്കീൽ എന്ന് പറയുന്നത് ലോകം അറിയുന്ന ഒരു വക്കീലിനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ല, ഈ 4 വർഷത്തെ കാര്യമൊക്കെ ഇപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. ഇതുവരെ അവരുടെ ജനങ്ങൾക്ക് അറിയിട്ട് എന്തിനാണ്? എന്ത് കാര്യത്തിനാണ്? ഞാൻ നാളെ ഇലക്ഷൻ ഒന്നും അല്ല ലക്ഷ്മി ചേച്ചി, അതായത് ചേച്ചിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുമ്പോൾ ഇതിന് സത്യം എന്തായാലും അറിയണം. ഇപ്പം തന്നെ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് 4 വർഷം മുമ്പ് തള്ളിക്കളഞ്ഞൊരു കേസാണ്. അതെ, തെളിവില്ല. അക്കൗണ്ടിൽ പൈസ 10,16,000 രൂപ അക്കൗണ്ടിൽ തന്നു എന്ന് പറയുമ്പോൾ 10,16,000 രൂപയുടെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. ആ തന്നു എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിക്കും, റിസീവ് ചെയ്ത് എന്റെ അടുത്തും ചോദിക്കും. ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഒരു കാര്യമില്ല. അദ്ദേഹം ഹാജരാക്കിയ ഡോക്യുമെന്റ്സിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഇല്ല. ഇവിടെ ഇപ്പം പറയുന്നത് 10 ലക്ഷം അല്ല 20 ലക്ഷമാണ്. അതെ, 10 ലക്ഷം രൂപ കൈ തന്നു. എനിക്ക് പറഞ്ഞൂടെ 1 കോടി രൂപ കൊണ്ട് തന്നു. ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം തന്നെ സാധനം ഉണ്ടാവില്ലേ? അതെ, ചുമ്മാ തന്നോളൂ. 20,000 രൂപയ്ക്ക് മേലെ ഒരാൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല. അക്കൗണ്ട് ത്രൂ അല്ലാതെ കൊടുക്കാൻ റൈറ്റ് ഇല്ല. അക്കൗണ്ട് ത്രൂ അല്ലാതെ കൊടുത്തു എങ്കിൽ അതിനുള്ള തെളിവുകൾ അദ്ദേഹം ഹാജരാക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിക്കും മഹാലക്ഷ്മി പ്രിയ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി പ്രിയയുടെ ഔദാര്യമാണ് ആ ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എന്നാണ്. ചില ആളുകൾ അങ്ങനെയാണ്, കൈനീട്ടി മേടിക്കാൻ നേരത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടി പണം മേടിക്കും. പിന്നീട് തിരികെ ചോദിക്കുന്ന സമയത്ത് ഒരുമാതിരി തുണി പറിച്ച് കാണിക്കുന്ന സ്വഭാവം. ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും. അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പരമാവധി നമ്മൾ ആർക്കും പൈസ കൊടുത്തിട്ട് വിഡ്ഢികളാകാനായിട്ട് ഇരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തതിന് ശേഷം അവരുടേതായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, നമ്മൾ അവരെ പറ്റിച്ചതുപോലുള്ള രീതികളും അവരുടേതായിട്ടുള്ള ധാർഷ്ട്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. അപ്പോൾ നമ്മൾ ഒരാൾക്കും പൈസ കൊടുക്കരുതെന്നല്ല പറയുന്നത്. പെട്ടെന്ന് ഒരു ആപത്ത് വന്നിട്ട്, ഒരു രോഗം അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ആരെങ്കിലും വായ്പ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊടുക്കുക. അല്ലാണ്ട് പലിശക്കൊക്കെ കൊടുത്തിട്ട് ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് പലിശ മേടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാം എന്ന് പറഞ്ഞിട്ട് ആരും കൊടുക്കാനായിട്ട് ഇരിക്കരുത് എന്ന് കരുതി ഞാൻ ഈ പറയുന്ന സിബിലാൽ എന്ന് പറയുന്ന മനുഷ്യൻ പലിശയ്ക്ക് പണം കൊടുത്തു എന്ന് ഇതിന് അർത്ഥമില്ല. ഇത് ഞാൻ അല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ പറഞ്ഞ വാക്കെടുത്ത് വെച്ചിട്ട് സിബിലാൽ എന്ന് പറയുന്ന മനുഷ്യൻ ഈ മഹാലക്ഷ്മി പ്രിയയ്ക്ക് പലിശയ്ക്കാണ് പണം കൊടുത്തത് എന്ന് ഉത്തര പറഞ്ഞു എന്ന് ദയവ് ചെയ്ത് ആരും പറയരുത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കോമൺ ആയിട്ടൊരു കാര്യം അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചു, ഒടുവിൽ പട്ടിയുടെ കടിയും കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഗതികേടായി എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെയുള്ള കാര്യത്തിനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. ഇവരുടെ കാര്യം മാത്രമല്ല, മറ്റു പല ആളുകളും ഇങ്ങനെയാണ്. കൈനീട്ടി പണം മേടിക്കുന്ന സമയത്ത് ചക്കരയെ തേനെ പാല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് മേടിക്കും. പിന്നീട് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് തിരിഞ്ഞു നിന്ന് തുണി പൊക്കി കാണിക്കും. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ മഹാലക്ഷ്മി പ്രിയ ഇദ്ദേഹത്തിന് പൈസ കൊടുക്കാനുള്ളതിന്റെ കുറച്ചധികം തെളിവുകളൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറയാനുള്ള ഒരു കാര്യമുള്ളൂ, മഹാലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി, അപ്പോൾ അവര് നീനാക്കുറുപ്പുമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇവിടെ പറയേണ്ട കാര്യമില്ല. ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ പറയാനുള്ള ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ടല്ലേ മേടിച്ചത്, അപ്പോൾ അത് തിരികെ കൊടുക്കുന്ന സമയത്തും ചിരിച്ചുകൊണ്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഒരു പക്ഷേ നാളെ നമുക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരാളെ പറ്റിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരും തരാനായിട്ട് മടിക്കും.
അപ്പൊ ചിരിച്ചുകൊണ്ട് മേടിച്ച പണം ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരാളും ആകാശത്ത് നിന്നും ആവാഹിച്ചെടുക്കുന്നതൊന്നുമല്ല പണം എന്ന് പറയുന്ന സാധനം. വളരെയധികം കഷ്ടപ്പെട്ട് ചോര നീരാക്കിയാണ് ഓരോരുത്തരും പൈസ സമ്പാദിക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അറിഞ്ഞു തരികയാണെങ്കിൽ മേടിച്ചോളണം. അല്ലാതെ തിരിച്ചു കൊടുക്കാമെന്നുള്ള ആ ഒരു വാക്കും പുറത്ത് മേടിച്ചിട്ട് പിന്നീട് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ബബ്ബ പറയുന്നതൊന്നും ഒരു മര്യാദയായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുന്ന ഓരോരുത്തർക്കും എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.